എൻ്റെ മുന്നിലിരിക്കുന്നത് നസിമുദ്ദീൻ, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം ഒരു വ്യവസായി ആയിരുന്നില്ല. വളരെ ചെറിയ രീതിയിൽ ഫുട്പാത്തിലും മറ്റിടങ്ങളിലുമൊക്കെ തുണിക്കച്ചവടത്തിൽ തുടങ്ങിയും, ഇപ്പോൾ മുടിയൊന്നുമില്ല ആളിന്, പണ്ട് ഈ തലയിലും തോളിലുമൊക്കെ ചുമട് താങ്ങിയുമൊക്കെ ബിസിനസ് ഉണ്ടാക്കി വന്ന ഒരാളാണ്. നിലവിൽ അദ്ദേഹം ഭേദപ്പെട്ട ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ ഒരു വലിയ ചതിയിൽ പെട്ടിരിക്കുന്നു, അല്ലേ നസിമുദ്ദീൻ? ഇപ്പോൾ ഈ മാധ്യമത്തിൽ ഈ വാർത്ത വന്നതോടുകൂടി ഇത്രയും നാൾ ജീവിച്ച അഭിമാനം പലയിടത്തുനിന്നും പോയി ഇല്ലാതായിരിക്കുന്നു. നമ്മുടെ മലയാളികൾ സത്യാവസ്ഥ തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നിങ്ങൾ ചതിയിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കും, നിങ്ങളെ സ്നേഹിക്കും. ഈ 50 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ളവർ വാർത്ത കണ്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ടെന്ന്. എന്താണ് സത്യാവസ്ഥ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഈ മൂക്കന്നൂർ സ്വദേശിയായിട്ടുള്ള ഒരു മോഹനൻ, എനിക്ക് മൊനമ്പത്ത് ചിപ്സിന്റെ ഗോഡൗൺ ഉണ്ടായിരുന്നു. എനിക്ക് രാജാക്കാട് ഒരു ഗോഡൗൺ ഉണ്ട് സ്പൈസസിന്റെ, പിന്നെ മൊനമ്പത്ത് ഒരു ഗോഡൗൺ ഉണ്ട്, രാജാക്കാട് ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട് ഏലത്തിന്റെ. ഇതൊക്കെ ഈ വർഷങ്ങളായി നേടിയതല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇതില് മോഹനൻ എന്നെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചിപ്സ് എൻ്റെ നിന്ന് വാങ്ങുമെന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് ബന്ധപ്പെട്ടു. നമ്മൾ ശരി വാങ്ങാം, കാരണം ബിസിനസ്സുകാരാണല്ലോ, നമ്മൾ വാങ്ങും. അങ്ങനെ ഒരു 180 രൂപ വില പ്രകാരം എനിക്ക് പുള്ളി ചിപ്സ് തന്നിട്ടുണ്ട്. അതിന് ബില്ലും തന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, ഈ 180 രൂപ വിലപ്രകാരം കിലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇത് നിസ്സാരമായൊരു ബിസിനസ്സാണ്. ഇത് ആയിരക്കണക്കിന് കിലോയ്ക്ക് മുകളിലുള്ള, അല്ലേ? 91,550 കിലോത്തോളം ഞാൻ പുള്ളിയുടെ ചിപ്സ് വാങ്ങിയിട്ടുണ്ട്. മോഹന്റെ കയ്യിൽ നിന്ന്. അതിന്റെ പൈസ കൊടുത്തോ? ഏകദേശം 1,60,00,000 ഉള്ളിൽ വരും. നിങ്ങൾ നൽകിയ പണം? ഞാൻ കൊടുത്ത പണം. ഇതിനെല്ലാം എൻ്റെ അടുത്ത് രേഖയുണ്ട്. നൽകിയ പണത്തിന് രേഖയുണ്ട്, ബാങ്കിലിട്ടതിന് രേഖയുണ്ട്, പിന്നെ പുള്ളി എനിക്ക് തന്നതിനും ബില്ലുണ്ട്, ഞാൻ ഈ സാധനം വിറ്റതിനും ബില്ലുണ്ട്. ഇതിന്റെ ടാക്സ് ഞാൻ ഗവൺമെന്റിന് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു പിടികിട്ടാ പുള്ളിയാണോ? അങ്ങനെയാണ് മാധ്യമങ്ങൾ പറയണത്. മാധ്യമങ്ങളല്ല, മനോരമ. ചാനൽ 91 സ്റ്റുഡിയോയിൽ ഇദ്ദേഹമുണ്ട്. ഇദ്ദേഹം ഒരു പിടികിട്ടാ പുള്ളിയല്ല. ഒരു കേസും ഇദ്ദേഹത്തിന്റെ പേരിലില്ല. അവർ കൊടുത്ത സർവ കള്ളക്കേസിന്റെ മുകളിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സത്യം ബോധ്യപ്പെട്ടത് കൊണ്ട് നിരുപാധികം ജാമ്യം അനുവദിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹം സ്വതന്ത്രമായി ഇവിടെ സഞ്ചരിക്കുക തന്നെ ചെയ്യും. പറയൂ. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഫ്ലൈറ്റിന് ഇവിടെ വന്നിറങ്ങാറുണ്ട്. കൊച്ചിയിൽ ഇറങ്ങല്, ബാംഗ്ലൂർ, ട്രിവാൻഡ്രത്ത് ഇറങ്ങാറുണ്ട്. അങ്ങനെ പിടികിട്ടാ പുള്ളിയാണെങ്കിൽ എന്നെ അവിടെ പിടിക്കാം. തീർച്ചയായും. 15 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സിം ഞാൻ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ഓഫാക്കിയിട്ടില്ല. 3 സിം എൻ്റെ സ്വന്തം പേരിലുള്ള സിം വേറെ ഉണ്ട്. അപ്പൊ അങ്ങനെ പിടികിട്ടാ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ആ എൻ്റെ ആധാർ കാർഡ് അടിച്ചു നോക്കിയാൽ അഡ്രസ്സ് കിട്ടും, ലൊക്കേഷൻ കിട്ടും. ഇത് അന്നോട് ഇന്ന് വരെ ഇതെല്ലാം വർക്കിംഗ് ആണ്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. സ്യൂട്ട് ഫയൽ ചെയ്ത് മനോരമ ചാനലിനും ക്യാമറാമാനും അവതാരകയ്ക്കും എല്ലാവർക്കും ഇതിൽ കേസ് കൊടുത്ത് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് ശരി. കഴിഞ്ഞ ദിവസം കേസ് കൊടുത്ത് അവരെ വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ കോടതി വെക്കേഷൻ ആയല്ലോ, ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ അവർ വരണം തോന്നണം. നിങ്ങൾക്ക് ഈ മോഹനൻ 50 ലക്ഷം രൂപ തരാനില്ലേ? തരാനുണ്ട്. അതിന് രേഖയുണ്ട്. അതെങ്ങനെയാ കൊടുത്തത്? ഞാൻ 20 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഇട്ട് കൊടുത്തു. 30 ലക്ഷം രൂപ പലപ്പോഴായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് വാങ്ങിയിട്ട് പോയി. അതൊക്കെ വൗച്ചർ സൈൻ ചെയ്താണോ? അതെ അതെ അതെ. അതിനെല്ലാവരും നിങ്ങളുടെ അടുത്ത് രേഖയുണ്ട്. ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിനും എൻ്റെ അടുത്ത് രേഖയുണ്ട്. ഞാൻ എവിടെ വേണമെങ്കിലും ഹാജരാക്കും. രേഖയില്ലാത്തവരാണല്ലോ ഇങ്ങനെയുള്ള രേഖയില്ലാത്തവരിങ്ങനെ പറയുന്നവരടുത്ത് ഞാൻ ചോദിക്കുന്നത്, എന്ത് രേഖയിലാണ് നിങ്ങൾ പരാതി കൊടുത്തിട്ട് ഒരു ചാനൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അല്ല നസീമുദ്ദീൻ, നിങ്ങൾ ചാനൽ 91 വന്നപ്പോൾ ഇത് എല്ലാ രേഖകളും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലേ? അതെ, പെട്ടു. ഇത് ഞങ്ങൾ കണ്ട് ബോധ്യമായതിനു ശേഷമാണല്ലോ നിങ്ങളെ ഈ പ്രേക്ഷകന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. കോടതിയുടെ വ്യാജരേഖയൊന്നും ചമയ്ക്കാൻ കഴിയില്ലല്ലോ. ഇല്ല. അതിൽ നിന്നും നിങ്ങളൊരു നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ടായതുകൊണ്ടാണ് ഇത്തരമൊരു ഇന്റർവ്യൂ വേണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഇദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ, അദ്ദേഹം ഒരുപക്ഷെ കോടിപ്രഭുവായിരിക്കാം, അത് നിസ്സാരമായി ഉണ്ടായതല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് നൽകുന്നതിന് പകരം
ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധിയായ കേസുകൾ കൊടുക്കുക, അത് പ്രമുഖ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ വളച്ചൊടിക്കുക. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, പണം വാങ്ങി വ്യാജ വാർത്തകൾ ചെയ്യുന്ന ഒരു സമ്പ്രദായം ചാനൽ 91-നില്ല. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ചതിയിൽപ്പെട്ട നസീമുദ്ദീൻ്റെ മുഴുവൻ കഥകളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും. എറണാകുളത്ത് തന്നെയുണ്ട് അദ്ദേഹം, പിടികിട്ടാപ്പുള്ളിയല്ല. എല്ലാ ജനങ്ങളുമായും നിരന്തരമായി സമ്പർക്കം പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ താടിയും പേരുമൊക്കെ കണ്ട് ഈ ഒരു വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരോട് നിങ്ങളുടെ ഈ ഗൂഢശ്രമം വിലപ്പോകില്ല. ഇത് മലയാള മണ്ണാണ്, ഇത് ഇന്ത്യയാണ്. ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളാണുള്ളത്. സത്യസന്ധനായ ഒരു മനുഷ്യൻ ബിസിനസ് ചെയ്തതിൽ ചതിക്കപ്പെട്ടു, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു. ഒരു കേസും നിലവിലില്ലെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാവിധ വശങ്ങളും കൃത്യമായി നിങ്ങളുടെ മുന്നിൽ സത്യാവസ്ഥ ദിവസങ്ങൾക്കുള്ളിൽ ചാനൽ 91 എത്തിക്കും. നമസ്കാരം.